ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം മതത്തെ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ അതിന് മറുപടിയുമായി മുമ്പൊക്കെ വന്നിരുന്നത് മുസ്ലിം പുരോഹിതന്മാരും പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളുമൊക്കെ ആയി നടക്കുന്ന ചില യൂട്യൂബർമാരുമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ സ്ത്രീകളും ഇറങ്ങിയിട്ടുണ്ട്. മുമ്പ് ഒരു കണ്ണൂർക്കാരൻ പയ്യൻ, ഒരു കുഞ്ഞിപ്പയ്യൻ എനിക്ക് മറുപടിയുമൊക്കെയായി കുറെ വന്നിരുന്നു. വായാട്ടമല്ലാതെ നാവാട്ടമല്ലാതെ മർമ്മപ്രധാനമായ ഒരു വിഷയത്തിലും മറുപടി പറയാനുള്ള പാണ്ഡിത്യമില്ല, അറിവില്ല. ഇനിയും ഖുർആനിലെ 114 അധ്യായത്തിൽ ഒരധ്യായമെങ്കിലും, ഒന്നാമത്തെ ഒരധ്യായമെങ്കിലും ഒന്ന് അക്ഷരത്തെറ്റില്ലാതെ വായിക്കാമോ എന്ന് ഞാൻ അയാളെ ചലഞ്ച് ചെയ്തിരുന്നു. അയാള് നബിയുടെ വിവാഹത്തെക്കുറിച്ച് ഞാൻ വിമർശിച്ചതിനെ വളരെ നിശിതമായ രൂപത്തിൽ കക്ഷി എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടുവന്നു. അയാൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? മര്യാദയ്ക്ക് ചിലക്കാണ്ട് നീ വീട്ടിൽ നിന്നോണം, അല്ലെങ്കിൽ നീ വിവരമറിയുമെന്നാ പറഞ്ഞത് കണ്ണൂർക്കാരൻ ചെക്കൻ. അപ്പോ ഞാനപ്പോ പറഞ്ഞ വീട്ടിലുള്ളവരെ മര്യാദ പഠിപ്പിച്ചാൽ മതി. സോഷ്യൽ മീഡിയ ആരുടെയും തന്തയ്ക്ക് തറവാട് സ്വത്തായിട്ട് കിട്ടിയതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ആരെന്ത് എവിടെ എപ്പോൾ എങ്ങനെ പറയണമെന്ന് അവനവൻ തീരുമാനിക്കുന്നതാ. എല്ലാവർക്കും കൂച്ചുവിലങ്ങിടങ്ങ ഇടാനും കടിഞ്ഞാനിടാനൊന്നും നീ ആയിട്ടില്ല. പ്രവാചകന്റെയും ആയിഷയുടെയും വിവാഹത്തെ ഞാൻ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ വസ്തുനിഷ്ഠമായി തെളിവുകൾ സമർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ താങ്കൾക്ക് ഒരു സ്പേസ് അവിടെ കിടപ്പുണ്ട്. രസകരമതല്ല, കുറച്ച് നാളായിട്ട് കക്ഷിയെ സോഷ്യൽ മീഡിയയിൽ കാണാനില്ല. അപ്പോൾ എനിക്ക് ചില സുഹൃത്തുക്കളുണ്ട് കണ്ണൂര്. അങ്ങനെ ഞാൻ സുഹൃത്തുക്കളോട് ചോദിച്ചു, എന്ത് പറ്റി കക്ഷിയെ കാണാനില്ലല്ലോ? അപ്പോഴാണ് പറഞ്ഞത് ഒരു പെണ്ണ് കേസുമായിട്ട് പിടിച്ചെന്ന്. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, പ്രവാചകന്റെ വിവാഹത്തെ എന്തുകൊണ്ടാണ് കക്ഷി ഇത്രയും അനുകൂലമായി പ്രതികരിച്ചത്. അപ്പോ പീഡനവും ബലാത്സംഗവും ഒക്കെ ഇസ്ലാമിൽ ഉണ്ടെങ്കിലേ ഇതുപോലെയുള്ള ആളുകൾ വളരും. ഇരിക്കട്ടെ, അപ്പൊ അതുപോലെയുള്ള ആളുകളാണ് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ സ്ത്രീകൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. സ്ത്രീകളുടെ ശബ്ദം മറയാണ്, ഔറത്താണ്. സ്ത്രീകൾ ഉറക്ക സംസാരിക്കരുതെന്നും സ്ത്രീകൾ സംസാരിക്കുന്നത് മേൽക്കൂര കേൾക്കരുതെന്നും പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ സ്ത്രീകൾ ഇസ്ലാമിനു വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. ഖദീജ താത്തയാണുള്ളത്, കേൾക്കാം. കിതാബുണ്ട്, ചെറിയ ക്ലാസ് പഠിപ്പിക്കുന്ന 2ലും 3ലും 4ലൊക്കെ പഠിക്കുന്ന ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അതിൽ കളവ് എന്താ ഭയങ്കര പാലിനെ എന്തോ കയ്പ് സാധനം ഇട്ട പാല് മൊത്തം ദുഷിച്ചതാകുന്നത് പോലെ അത്രയും ദുഷിച്ച ഒരു കാര്യമാണ് കളവെന്ന് തന്നെ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. കൂടുതലും ഇത് തെറ്റാണ്. അതായത് പാലിൽ കയ്പ് ചേർക്കുന്നത് പോലെയാണ് കളവ് പറയൽ എന്ന് മദ്രസ പുസ്തകങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാന് സുന്നി മദ്രസകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ജമാഅത്തിന്റെ മദ്രസകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, മുജാഹിദിന്റെ മദ്രസകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, തബ്ലീഗ് ജമാഅത്തിന്റെ മദ്രസകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, തൗഹീദ് ജമാഅത്തിന്റെ മദ്രസകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിലൊരു പുസ്തകമില്ല. ഉസ്താദുമാരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നതാണിത്. അത് തന്നെ കള്ളത്തരമാണ്. പുസ്തകത്തിൽ ഇല്ലല്ലോ, എന്നാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉസ്താദുമാര് വെച്ച് കാച്ചുന്നതാ. എന്തായാലും ഖദീജ താത്ത അതിന് തെളിവ് സമർത്ഥിക്കുമോ എന്ന് നോക്കാം. പറയുന്നത് ക്രിസ്ത്യൻ ഗ്രൂപ്പിലാണ്, അവരെ തെളിവ് പറയാതെ വിടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവർ ഉദ്ധരിക്കുന്ന എല്ലാ ഇസ്ലാം മത ഗ്രന്ഥങ്ങളും ക്രിസ്ത്യാനികളുടെ കയ്യിലുണ്ട്. അവരത് നോക്കിയിട്ടും പഠിച്ചിട്ടും തന്നെയാണ് വരുന്നത്. ഏത് കിതാബിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നാളെ ഈ ഗ്രൂപ്പിൽ വരാം. തെളിവില്ലായിട്ട് ഇപ്പൊ ഞാൻ ഈ വിഷയത്തെ പറ്റി സംസാരിക്കാം കുറച്ചു കാര്യം. ഓക്കെ, എന്നാ ഒരു മിനിറ്റ് ഖദീജ സിസ്റ്റർ സംസാരിച്ചോളൂ. സംസാരിക്കുന്ന പറ്റി ഞാനൊരു കാര്യം പറയാം. അപ്പം ഇവിടെ വന്ന് ഇദ്ദേഹം ആദ്യം ഉന്നയിച്ച ആരോപണത്തിന് തെളിവുകളില്ല. ആ പറഞ്ഞ കാര്യത്തിൽ ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ സിസ്റ്റർ, ഒരു മിനിറ്റ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കാര്യങ്ങൾക്ക് കളവ് പറയാൻ അനുവാദമുണ്ടെന്ന്. അദ്ദേഹം ഈ ഞങ്ങൾ ഉദ്ധരിച്ച വാക്കുകൾക്ക് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. അതുകൊണ്ട് കേൾക്കുന്ന താഴെ ആരും തെറ്റിദ്ധരിക്കപ്പെടരുത്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം കറക്റ്റ് ആണ്. കളവ് പറയാമെന്ന് തന്നെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഹദീസ് പഠിപ്പിച്ചതെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, എന്താണ് പറയുക സിസ്റ്റർ? ചോദ്യം ഇനി പുള്ളിക്കാർക്ക് അറിയില്ല, അതിനെപ്പറ്റി നമ്മൾ ഇനി ചോദിക്കണം. ഞാൻ ചുമ്മാ ചോദിക്കുന്നു മാത്രമേ ഉള്ളൂ. 10-40 വയസ്സായതിനു ശേഷം നമ്മളിങ്ങനെ മതം മാറി കഴിഞ്ഞാലേ മദ്രസയിൽ ഞാൻ കുഞ്ഞാം ക്ലാസ്സിൽ പഠിച്ചു എന്ന് പറയുന്നത് അങ്ങനെ കളവ് നമുക്ക് പറയാൻ പറ്റും? അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആണ്. എനിവേ പുള്ളിക്കാരി ഈ വിഷയത്തെ പറ്റി മനസ്സിലായി. കേൾക്കുന്നത് മനസ്സിലാക്കി എടുക്കട്ടെ, അത്രേ ഉള്ളൂ. ഓക്കെ, ആരോപിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ ഏതോ മീനോ എന്തോ ആണ്, ഞാൻ മീനും ഒന്നും അല്ല. ആയിക്കോട്ടെ. എനിവേ ടോപ്പിക്കുമായിട്ട് സംസാരിച്ചോളൂ. ടോപ്പിക്
ടോപ്പിക്ക് അധ്യായം 3 42-ാമത്തെ ആയത്ത് മുതൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കുറച്ച് ഞാൻ വായിച്ചോട്ടെ, അറിയായിരിക്കും നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയിക്കുന്നവർക്ക് വെക്കാൻ പറ്റുമെന്ന് വായിച്ചോട്ടെ. ഞാനൊരു മിനിറ്റ്, ഞാൻ പ്രസന്റ് ചെയ്തിട്ടൊന്ന് ചോദിക്കാം. ആയത്ത് വായിക്കാമല്ലോ. ജയ്സ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ജാക്കോ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? എന്തിനാ? അതെ എന്തിനു വേണ്ടിയിട്ടാണ് വായിക്കുന്നതെന്ന് പറയാമോ? എന്താണ് ഉള്ളതെന്ന് പറയാമോ? അല്ല, ഖുറാനിലെ ഈസ ആരെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട്, നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ഖുറാനിലെ ഈസ അല്ല ബൈബിളിലെ ഈസ എന്നുള്ളതാണ് മെയിൻ. ആ ചോദ്യം ചോദിക്കാം, അവർ ഉത്തരം പറയട്ടെ. അതായത് ഖുറാനിലെ ഈസയെ കുറിച്ചാണ് ഞങ്ങൾക്ക് ചോദ്യം വന്നത്. 4 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു. അതിൽ ഒന്നാമത്തെ ചോദ്യം ഏതെല്ലാം അറിയാവുന്ന വ്യക്തിയാണല്ലോ. അപ്പം ചാക്കോ പാസ്റ്റർ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. അറിയാം. ഞാൻ എന്റെ ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിന്റെ ഈസ എന്ന കഥാപാത്രം ഏത് കാലത്ത് ഏത് സ്ഥലത്ത് ജീവിച്ച വ്യക്തിയാണ്? ഇപ്പോൾ ഈസ എവിടെയാണ്? ഇതാണ് എന്റെ ചോദ്യം. ഇതിന് ഉത്തരം താങ്കൾ പറയുക. ഖുർആന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. ഹലോ, പറഞ്ഞു. ഓക്കെ. ജനറൽ ബ്രദർ വന്ന മൈക്ക് വേട്ടിയാ വരുന്നുണ്ട്. ജനറൽ ബ്രദർ ഓക്കെ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഖുർആനിലെ ഈസ ആരെന്നായിരുന്നു. അതൊന്നും വായിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ട് 4 ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളോട് ചോദ്യം ചോദിച്ചു, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവനെ ആരും പൂഷിച്ചിട്ടുമില്ല. മേഡം നിങ്ങളോട് ചോദ്യം ചോദിച്ചു, ഖുറാനിലെ ഈസ ഏത് കാലത്ത് ഏത് സ്ഥലത്ത് ജനിച്ച് ജീവിച്ചു, അദ്ദേഹം ഇപ്പോൾ എവിടെയാ? ഇതിന് ഉത്തരം പറഞ്ഞാൽ മതി താങ്കൾ. അറിയാത്തിന്റെ ഉത്തരം എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഒന്നാമത്തെ അറിയത്തില്ല. രണ്ടാമത്തെ ചാക്കോ പാസ്റ്റർ ഒന്നാമത്തെ അറിയത്തില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം ഞാനൊരു വിഷയം അവതരിപ്പിച്ചതോടനുബന്ധിച്ചാണ് താങ്കൾ അത് കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്ലാമിക ഈസ വന്ന് കാഫിറുകളെ നശിപ്പിച്ച് ഇസ്ലാമിന്റെ വെന്നിക്കൊടി പാറിക്കുമെന്ന് കിതാബുകൾ പറഞ്ഞിരിക്കെ വാസ്തവത്തിൽ ഈസ അല്ലേ അന്ത്യപ്രവാചകൻ? മുഹമ്മദ് എങ്ങനെ അന്ത്യപ്രവാചകനാകും? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. കദീജ സിസ്റ്റർ താങ്കൾ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. കദീജ സിസ്റ്റർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. അതായത് പുതിയൊരു പ്രവാചകൻ അവസാനമായി വന്നത് റസൂലുള്ളാഹാണ്. പിന്നെ ഒരു പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാം അവസാനമായി വരുന്നത്. പുതുതായി വരുന്നതില്ലല്ലോ, ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകൻ തന്നെയല്ലേ ഇറങ്ങി വരുന്നത്. പുതുതായി ഒരു പ്രവാചകൻ വരുവായിരുന്നെങ്കിൽ അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹ് ആകുമായിരുന്നു. പുതുതായി ഒരു പ്രവാചകൻ അല്ലല്ലോ വരുന്നത്. അപ്പൊ എങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം അന്ത്യപ്രവാചകനാകുന്നത്? മറുപടി പറയൂ. അല്ല, പുതിയതായി ഒരു പ്രവാചകൻ വരത്തില്ല എന്ന് എവിടെ പറഞ്ഞു? എവിടെയാ പുതിയതായി പ്രവാചകൻ വരത്തില്ലെന്ന് പറഞ്ഞത്? സഹിഹായ മുസ്ലിമിൽ പറയുന്നത് മറിയമിന്റെ മകൻ ഈസബ്രി മറിയം 2 മലക്കളുടെ ചിറകിൽ പിടിച്ച് ദമാസ്കസിലേക്കുള്ള വെള്ളമിനാരത്തുമ്പോൾ ഇറങ്ങി വരും. അവന്റെ വിയർപ്പ് തുള്ളുന്ന മുത്തുമണികൾ പോലെ ശോഭിക്കും. അവന്റെ സുഗന്ധം ഏൽക്കുന്ന ഏത് സത്യനിഷേധിയും മരിച്ചു വീഴും. അവൻ ദജാലിനെ കൊലപ്പെടുത്തും. അവൻ കാഫിറുകളെ കൊലപ്പെടുത്തും. ഇസ്ലാമിന്റെ വെള്ളി വെളിച്ച ലോകമെമ്പാട് മുഴങ്ങും. അവൻ മക്കയെ ആസ്ഥാനമാക്കാൻ ഭരണം നടത്തുമെന്ന് നിങ്ങളുടെ പുസ്തകം പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് മദീനയിലെ മണ്ണിനടിയിൽ കിടക്കുന്നു. അപ്പോൾ രണ്ടാമത് വരുന്ന ഈസാ നബിയെ കുറിച്ചല്ല നിങ്ങൾ പറയുന്നത്? അതല്ലേ അന്ത്യപ്രവാചകൻ എന്ന് പറയുന്നത്? അല്ല, പശ്ചാത്തലം ഇങ്ങനെ ചോദിക്കാം. അതായത് മുഹമ്മദ് ജീവിച്ചിരിക്കെ തന്നെ ഈസാ നബിയും ജീവിച്ചിരിപ്പുണ്ട്. ഈസ മരിച്ചിട്ടില്ല നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്. അപ്പൊ മുഹമ്മദ് ഈസയ്ക്ക് മുമ്പേ മരിച്ചുപോയി, പക്ഷെ ഈസ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പൊ അവസാനം ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ പ്രവാചകൻ ശരിക്കും ഈസയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, ചാക്കോപാസ്റ്റർ വായിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈസ അവസാനം വീണ്ടും ഭൂമിയിൽ വരെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയെങ്കിൽ അവസാനത്തെ പ്രവാചകൻ ഈസയല്ലേ? മുഹമ്മദ് എങ്ങനെ? ഉത്തരം സിമ്പിൾ ഒരു വട്ടം കൂടെ പറയാം, പിന്നെ റിപ്പീറ്റ് ചെയ്യുകയില്ല. അതിന് കൂടുതൽ എനിക്ക് പറയാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ പറയാനെ കുറിച്ച്. അവസാന പ്രവാചകൻ എന്നത് കൊണ്ടുള്ള ഉദ്ദേശം ഭൂമിയിലോട്ട് ഒരു പ്രവാചകൻ പുതുതായി ജനിച്ച് വരിക. പുതുതായി ഒരു പ്രവാചകൻ, ഇതുവരെ വരാത്ത ഒരു പ്രവാചകൻ വന്നാൽ പുതിയൊരു പ്രവാചകനായി. പക്ഷെ അല്ലാഹു തആല വ്യക്തമായിട്ട് ഖുർആനിൽ കൂടി പറഞ്ഞിരിക്കുന്നു അവസാനത്തെ പ്രവാചകൻ റസൂലുള്ളാഹ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈസാ നബി അലൈഹി സ്വലാം വരുന്നത് പുതിയൊരു പ്രവാചകനല്ല, പഴയ പ്രവാചകൻ തന്നെ ഭൂമിയിൽ ഇറങ്ങി വരികയും അദ്ദേഹം ഭൂമിയിൽ ജനിച്ചാൽ മരണം വേണ്ടതാണ്. അദ്ദേഹം പിന്നെ ഇവിടെ ഭരിക്കുകയും മരണം സംഭവിക്കുകയും എല്ലാം ചെയ്യുന്നു. അതൊരു പുതിയ പ്രവാചകനാണെന്നില്ല, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അത് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ. ഞാന് ഖുർആനിലെ ഈസ ആര് എന്നതിനെ കുറിച്ച് മാത്രം വായിക്കാൻ വേണ്ടി വന്നത്. അത് വേണമെങ്കിൽ വായിക്കാൻ 3-4 ആയത്തുകൾ വായിക്കാം. ആയത്തോടെ വേണ്ട, ഞാനിവിടെ കെട്ടിയിറക്കി ഒരു നിരവധി ആയത്ത് വായിക്കുന്നുണ്ട്. അതുകൂടെ വേണ്ട. ചോദ്യത്തിന് ചാക്കോപാസ്റ്റർ ഒരു സെക്കൻഡ്. ഞാൻ ഇവിടെ കയറി വരുന്നോണ്ട് ശ്രദ്ധയ്ക്ക് താഹ ബ്രദറിനെ ഞാൻ 2 വട്ടം മ്യൂട്ട് ചെയ്തു, വീണ്ടും അൺമ്യൂട്ട് ചെയ്ത് ശബ്ദം ഉണ്ടാക്കാൻ വരുവാണെങ്കിൽ ഞാൻ താഴേക്ക് മാറ്റും. ഓക്കെ, കദീജ സിസ്റ്റർ ഒന്ന് മ്യൂട്ട് ചെയ്ത്.
ചാക്കോബാസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാവോ? ഞാൻ പറഞ്ഞത് ഇവിടെ ഖുറാനിലെ ആയത്തുകൾ വായിച്ചു കേൾപ്പിക്കണ്ട. സൂറ ആലു ഇമ്രാൻ, സൂറത്തുൽ മാഇദ, ബക്കറ, മദീനയിൽ അവതരിപ്പിച്ചതായ ആയത്ത് ഖുറാനിൽ നിന്ന് ഈസ ആരാണെന്നൊക്കെ എന്റെ വിഷയം 3 മണിക്കൂർ തെളിയിച്ചു. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഖുറാനിലെ ആയത്തല്ല ആവശ്യം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെങ്കിൽ പറയുക, ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു ചരിത്രത്തിലേക്ക് പോകരുത്. ഇവിടെ മറ്റൊന്ന് ഒരു കാര്യം ചാക്കോബാസിനോട് എനിക്ക് ചോദിക്കാനുള്ള വേറൊന്നല്ല, ഈ നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ബൈബിൾ യേശു ക്രിസ്തു ഖുറാനിലെ ഈസ രണ്ടും രണ്ടാണെന്നല്ലേ മെയിൻ ആയിട്ട് നമ്മൾ അതല്ലേ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അതെ 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 അതെ. ഓക്കെ, അപ്പം ഞാൻ ഒരു കാര്യം ചാക്കോബാസ് ഒന്ന് മീട്ടിയ ഒരു കാര്യം ജസ്റ്റ് ചോദിക്കാനാണ്. ഖദീജ സിസ്റ്ററിന്റെ അഭിപ്രായത്തിൽ ബൈബിൾ യേശു ക്രിസ്തുവും ഖുറാനിലെ ഈസയും രണ്ടാണോ ഒന്നാണോ? അത് നിങ്ങൾ എത്രയൊക്കെ നിങ്ങൾ രണ്ടുപേരും രണ്ടാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരിക്കലും അത് രണ്ടുപേരെന്ന് പറയാൻ സാധിക്കില്ല. കാരണം വേറെ ഒന്നുമല്ല. ഞാൻ ചോദിച്ച അപ്പം ഒന്നാണെന്നുള്ളതിന് തെളിവ് എന്താ കേസ് ബ്രദർ എന്താ പറയാൻ വന്നത്? എനിക്ക് ചോദ്യമുണ്ട്. കാരണം ബൈബിളിലെ യേശു ക്രിസ്തു യഹോവ രക്ഷിക്കുന്നു എന്നാണ് ആ പേരിന് അർത്ഥം. ഈസ എന്ന പേരിന് അർത്ഥം എന്താണ്? ചോദ്യം ഒന്ന്. ഈസ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയൂ. ഖദീജ സിസ്റ്റർ പറഞ്ഞോളൂ, താങ്കൾക്കുള്ളത്. ഖുർആനില് ഈസായും യേശുവും ഒന്നാണ് എന്നതിന് ഞാൻ വിശ്വസിക്കാൻ കാരണം ഖുർആന്റെ തെളിവിന്റെ ആസ്ഥാനത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം അത് ഖുർആൻ അല്ലാഹു തആല വ്യക്തമായിട്ട് ഈസാ നബിനെ ചോദ്യം കേട്ടില്ലായിരുന്നോ? ചോദ്യം കേട്ട് ഞാൻ പറയട്ടെ, മുൻവേദം കൊടുത്തിരിക്കുന്നു. അർത്ഥം പറഞ്ഞാൽ മതി, അർത്ഥം മാത്രം പറഞ്ഞാൽ മതിയല്ലോ. വേറെ എന്തിനാണ് നമ്മളിങ്ങനെ കാട് കയറി പോകുന്നത്? അല്ല അർത്ഥം അല്ലല്ല, വേണ്ട സിസ്റ്റർ, പ്ലീസ് നമ്മൾ അങ്ങനെ നേരം കളയരുത്. ഒരു സിമ്പിൾ ഡയറക്റ്റ് ചോദ്യമാണ്, അർത്ഥം മാത്രം ഒന്ന് പറയാവോ? അർത്ഥം അറിയാൻ വേണ്ടിയിട്ടാണ്, പറയൂ, എല്ലാരും കേൾക്കട്ടെ. അറിയത്തില്ല, ഈസ എന്നുള്ള അർത്ഥം അറിയത്തില്ല, പറഞ്ഞുതരാം. ഒരു ചോദ്യത്തിനും കൃത്യമായ രൂപത്തിൽ ഇവർക്ക് മറുപടിയില്ല. ഈസയും യേശുവും ഒരാളാണെങ്കിൽ, അങ്ങനെയാണ് ഇസ്ലാം വിശ്വസിക്കപ്പെടുന്നതെങ്കിൽ, യേശുവിൽ വിശ്വസിക്കാത്തവൻ മുസ്ലിം ആകുമോ? എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിക്കണ്ടേ? ഈസാ നബി മരിച്ചിട്ടില്ല ഖുർആനിക പ്രകാരം. അള്ളാഹു ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് നബി മരിക്കുകയും ചെയ്തു. ഈസാ നബി വന്ന് ലോകം നീതിയോടുകൂടി ഭരിച്ചാൽ മാത്രമേ ലോകം അവസാനം സംഭവിക്കൂ. എങ്കിൽ അവസാന പ്രവാചകനായി വരേണ്ടത് ഈസയല്ലേ? ബൈബിൾ പ്രകാരമാണെങ്കിൽ ഈസയുമായി പുലബന്ധം പോലുമില്ല യേശുവിന്. പിന്നെയും മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നു ഈസയും യേശുവും ഒരാളാണ്. ഖദീജ താത്തയ്ക്ക് എന്താണെങ്കിലും ഇതിനൊന്നും മറുപടിയില്ല. ഇവരുടെ ശബ്ദം കേട്ടിടത്തോളം ഇത് മീനു മുനീർ ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഇസ്ലാം ആണ് ശരി എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാർത്ഥ ലാഭം എന്തോ ആവട്ടെ, അങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ് പിന്നീട് ഇസ്ലാം മതം എന്തോ കേമപ്പെട്ടതാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഈ പ്രോഡക്റ്റ് നല്ലതാണ് കേട്ടോ എന്ന് പരസ്യം ചെയ്ത് മറ്റൊരാളെ അതിലേക്ക് വലിച്ച് ഇഴയ്ക്കുന്നത് പോലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ചെയിൻ മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, അതിന്റെ ബൈനറി പ്ലാൻ പോലെയാണ് ഇപ്പോൾ ഇസ്ലാം പോകുന്നത്. ഒരാൾ സ്വീകരിക്കുന്നു, അവർ രണ്ടുപേരെ കൊണ്ടുവരുന്നു. ഇങ്ങനെ ഇതല്ലാതെ പ്രാമാണികമായി ഇസ്ലാം വളരില്ല, വളർത്താൻ പറ്റില്ല. കാരണം ഇതിന്റെ മാതൃഭാഷ ആരെങ്കിലും വായിച്ചാൽ അപ്പോൾ തന്നെ ഇവർ മനസ്സിലാക്കും ഇതിന്റെ ഉള്ളുകള്ളികൾ പൊള്ളയാണെന്ന്. നന്ദി.